പോലീസ് സേനയിൽ കൂടുതൽ ക്രിമിനലുകളുള്ളത് IPS തലത്തിലാണെന്ന് DGP TP സെൻകുമാർ. റാങ്ക് അനുസരിച്ച് ഉദ്യോഗസ്ഥർക്കിടയിൽ ക്രിമിനാലിറ്റി കൂടുന്നുണ്ട്. പോലീസിന് വലിയ ഭീഷണി ഉണ്ടാകുന്നത് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ്. രണ്ടാമത് പോലീസ് മേധാവിയായപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് നല്ല സഹകരണം കിട്ടിയെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കേരള പോലീസ് നൽകിയ ഔപചാരിക വിടവാങ്ങൽ പരേഡിലാണ് TP സെൻകുമാർ ചില ഉദ്യോഗസ്ഥർക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചത്. എല്ലാ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയമുണ്ടാകും, എന്നാൽ പോലീസുകാർ രാഷ്ട്രീയ പക്ഷപാതിത്വമില്ലാതെ പ്രവർത്തിക്കണമെന്ന് സെൻകുമാർ ഓർമ്മിപ്പിച്ചു. പോലീസിന്റെ തലപ്പത്ത് ക്രിമിനലുകൾ വർദ്ധിക്കുന്നുവെന്ന് തുറന്നു പറയാനും സെൻകുമാർ മടിച്ചില്ല. സംസ്ഥാനത്തെ എല്ലാ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു സെൻകുമാറിന്റെ വിമർശം. CPOയുടെ നിലയിൽ 1% അങ്ങനെ ഒരു ക്രിമിനാലിറ്റി ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ റാങ്ക് അനുസരിച്ച് അത് വർദ്ധിക്കുകയും IPS തലത്തിലെത്തുമ്പോൾ വളരെ വർധനവ് 4-5% എത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത നിർഭാഗ്യകരമെന്ന് പറയട്ടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും തനിക്കുമിടയിൽ പ്രശ്നമുണ്ടാക്കാൻ ക്രിമിനൽ സ്വഭാവമുള്ള ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്നും സെൻകുമാർ കുറ്റപ്പെടുത്തി. ഞാൻ രണ്ടാമത് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനു മുമ്പുണ്ടായിരുന്ന എനിക്ക് ജോലി ചെയ്യാനുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരെ പോലെ തന്നെ ഏറ്റവും നല്ല സമീപനമാണ് എന്നോടുണ്ടായത്. ക്രിമിനൽ സ്വഭാവമുള്ള ചില ഉദ്യോഗസ്ഥർ അതിനിടയിൽ ചില പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ചാലും പോലീസിന്റെ ക്രിമിനാലിറ്റി ഇല്ലാതാക്കാൻ പ്രവർത്തിക്കുമെന്നും സെൻകുമാർ പറഞ്ഞു. സൈഫ് സൈനുലാബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം. സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാർ സർവീസിൽ നിന്ന് ഇന്ന് വിരമിക്കും. പുതിയ മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് സെൻകുമാർ വൈകിട്ട് ചുമതല കൈമാറും. ഇടത് സർക്കാർ അധികാരമേറ്റപ്പോൾ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി വരെ പോയി നിയമപോരാട്ടം നടത്തിയ ശേഷമാണ് സെൻകുമാർ പോലീസ് തലപ്പത്ത് തിരികെ വന്നത്. എന്നാൽ കഴിഞ്ഞ 1.5 മാസക്കാലം പോലീസ് മേധാവി എന്ന നിലയിൽ സെൻകുമാറിന് അത്ര ശുഭകരമല്ലായിരുന്നു. പോലീസ് ആസ്ഥാനത്ത് സെൻകുമാർ നടത്തിയ സ്ഥലമാറ്റങ്ങൾ സർക്കാർ റദ്ദു ചെയ്തു. സെൻകുമാറും ADGP ടോമിൻ തച്ചങ്കരിയും തമ്മിലുള്ള തർക്കങ്ങൾ കയ്യാങ്കളിയുടെ വക്കോളമെത്തി. വിവാദങ്ങൾക്കിടയിലും പിന്നോട്ട് പോകാതിരുന്ന സെൻകുമാറിന് സർക്കാരിന്റെ പിന്തുണ ഒരു ഘട്ടത്തിലും ലഭിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് TP സെൻകുമാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. വൈകിട്ട് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ പുതിയ മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് സെൻകുമാർ ചുമതലകൾ കൈമാറും. സർവീസിൽ നിന്ന് വിരമിക്കുന്നെങ്കിലും സെൻകുമാറും സർക്കാരും തമ്മിലുള്ള പോര് തീരാൻ സാധ്യതയില്ല. തനിക്കെതിരായി സുപ്രീം കോടതിയിൽ വന്ന കേസിൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ നൽകിയ രേഖകളിൽ തിരുത്തൽ വരുത്തിയെന്ന ആരോപണം സെൻകുമാർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസുമായി സെൻകുമാർ കോടതിയിൽ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ട. സെൻകുമാറിനെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗമായി നിയമിക്കാനുള്ള ഫയൽ സർക്കാർ ഇതുവരെയും കേന്ദ്രത്തിന് അയച്ചിട്ടുമില്ല. ഇതും നിയമപോരാട്ടത്തിലേക്ക് വഴി തുറന്നേക്കും. ഇതുവരെ തുറന്നു പറയാത്ത പല കാര്യങ്ങളും സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ സെൻകുമാർ തുറന്നു പറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 1983 ബാച്ചിൽപ്പെട്ട സെൻകുമാർ തൃശൂർ സ്വദേശിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള സെൻകുമാർ ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ നിന്നാണ് പോലീസ് സേനയിലെത്തിയത്. 2008 KSRTC MD ആയി പ്രവർത്തിച്ചു. 2010 ട്രാൻസ്പോർട്ട് കമ്മീഷണറായി. പിന്നീട് ഇന്റലിജൻസ് മേധാവിയായും ജയിൽ DGPയുമായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മീഡിയ 1, തിരുവനന്തപുരം.